നമസ്കാരം. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ ദ ലോൺലി ചൈൽഡ് ആൻഡ് ദി പപ്പി ആ ഒരു ചാപ്റ്ററിൽ വളരെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, അതാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതാ നോക്കിയേ, ലെറ്റ് us assess the presentation എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഒരെണ്ണം തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ക്ലാസ്സിൽ ഓരോ ഗ്രൂപ്പായിട്ട് കുട്ടികൾ വന്ന് അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഡയലോഗ് ഡെലിവറി എങ്ങനെയുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓരോ ടോൺ എങ്ങനെയുണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്സ്പ്രഷൻസ് അവർ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളതാണ്. അത് ക്ലാസ്സിൽ ചെയ്യേണ്ടുന്ന വർക്കാണ്. ഓക്കെ ആണേ. അടുത്തതാ നോക്കിയേ, തിങ്ക് ആൻഡ് റെസ്പോണ്ട് എന്നും പറഞ്ഞ് നൽകിയിട്ടുണ്ട് അല്ലേ. ദ ബോയ് ലവ് ദ പപ്പി വെരി മച്ച്. സൈറ്റ് ഇൻസ്റ്റൻസസ് ഫ്രം ദി സ്ക്രിപ്റ്റ്. ആ ബോയ്ക്ക് ആ പപ്പിയെ ഭയങ്കരമായി ഇഷ്ടമായിരുന്നു അല്ലേ. അതിൻ്റെ ഇൻസ്റ്റൻസസ്, അതിന് നമുക്ക് സാധൂകരിക്കുന്ന കുറേ സംഭവങ്ങൾ പാഠഭാഗത്തിൽ തന്നെയുണ്ട്. ആ വരികൾ അതൊന്നെടുത്ത് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? എ ക്യൂട്ട് പപ്പി, എ ലവ്ലി പപ്പി, ഹി വെന്റ് നിയർ ദ പപ്പി ആൻഡ് കെയേഴ്സ്ഡ് ഇറ്റ് എന്നുള്ളത്. Oh dear, are you hungry? I have some biscuits in my snack box. പിന്നെ don't worry, I will give you more tomorrow. Mom, I love this puppy very much and I want to keep it as my pet. ഇതൊക്കെ ടെക്സ്റ്റിലെ വരികളാണല്ലേ, നമുക്ക് അറിയാം. അടുത്തത്, the boy was extremely sad when he had to leave the puppy forever. എന്നേക്കുമായിട്ട് ആ പപ്പിയെ വിട്ടു പോവേണ്ട അവസ്ഥ വന്നില്ലേ. അമ്മ വഴക്ക് പറഞ്ഞില്ലേ പപ്പിയെ പിടിച്ചിട്ട് വന്നതിന്. അമ്മയെ കുറ്റം പറയാൻ പറ്റുമോ? ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഓരോ പട്ടിയൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അതിന് എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കും നമുക്കറിയാൻ പറ്റുമോ? അത് എവിടുന്ന് വന്നതാണ്, എന്തെങ്കിലും നമുക്കറിയാമോ? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. എന്തെങ്കിലും അസുഖമുള്ള ജീവിയൊക്കെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് ചിലപ്പോൾ അതിന് നഖം ഒന്ന് കൊണ്ടാൽ മതി, ചിലപ്പോൾ അതിൻ്റെ സലൈവ എന്താണ് നമ്മൾ ഉമിനീരെന്ന് പറയില്ല, അതൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടി നമുക്ക് ചിലപ്പം വല്ല അസുഖങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതിനൊന്നും പിടിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞത് കേട്ടോ. അല്ലാതെ അമ്മയ്ക്ക് മക്കളോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നും അല്ല. അപ്പം എന്താ, the boy was extremely sad when he had to leave the puppy forever. He expressed his feelings in his diary that night. അപ്പോൾ എന്താണ്, അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറി എഴുതുന്ന കുട്ടിയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ വഴക്കൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അന്നത്തെ ദിവസം ഇനി ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി എന്ന് ഉറപ്പായിട്ടും ഡയറി എഴുതുന്ന ആളാണെങ്കിൽ അതിൽ എഴുതില്ലേ. അപ്പോൾ എന്തെഴുതും? വാട്ട് വുഡ് ഹി റൈറ്റ്? അവൻ എന്തായിരിക്കും എഴുതുന്നത്? അപ്പോൾ ഡയറിയുടെ ഫോമാറ്റ് ഓൾറെഡി എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാ? ഒരു ഡേറ്റ് ഉണ്ടാകും, അത് ഏത് ദിവസമാണെന്നുണ്ടാകും, ചിലപ്പോൾ ചിലർ ആ ടൈമും എഴുതാറുണ്ട്. വേണമെങ്കിൽ നമുക്കതും എഴുതാം. നമ്മൾ കിടന്ന് എത്ര മണിക്കാണെന്നുള്ളതിന് വേണമെങ്കിൽ നമുക്കതും എഴുതാവുന്നതേ ഉള്ളൂ. എന്നിട്ട് എന്ത് പറഞ്ഞു? ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ ഗോട്ട് ദാറ്റ് പപ്പി. ആ പപ്പിയെ കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു. ഇറ്റ് ലുക്ക്ഡ് വെരി ക്യൂട്ട്, ഐ ലവ്ഡ് ഇറ്റ് വെരി മച്ച് ആൻഡ് ഇറ്റ് ലവ്ഡ് മീ ടു. അതിനെ കാണാൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ക്യൂട്ടായിരുന്നു, അത് എന്നെ ഭയങ്കരമായി സ്നേഹിച്ചിരുന്നു, ഞാൻ അതിനെയും ഇഷ്ടപ്പെട്ടു. ഐ നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ റിയാക്ഷൻ ഫ്രം മൈ മദർ. എൻ്റെ അമ്മയിൽ നിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്കിഷ്ടമാകുന്ന സാധനങ്ങളൊക്കെ സാധാരണ അമ്മ എന്ത് ചെയ്യാറുണ്ടായിരിക്കും? ആ മോൻ ഇഷ്ടപ്പെട്ടതല്ലേ വാങ്ങിച്ചോ, അല്ലെങ്കിൽ മോൻ ഇഷ്ടമായതല്ലേ മോൻ എടുത്തോ എന്നൊക്കെ പറയുമായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഈ പപ്പിയെ അമ്മ സ്വീകരിക്കുമെന്ന് കരുതിയായിരിക്കും വലിയ കാര്യമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അമ്മ അതിനെ കൊണ്ട് കളയാൻ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. തീരെ പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിപ്പോയി. ഷീ ഡിഡ്ന്റ് അലോ മീ ടു എൻറ്റർ മൈ ഹോം വിത്ത് ദാറ്റ് പപ്പി. എൻ്റെ വീട്ടിൽ ആ ഒരു പപ്പിയെ കൊണ്ട് കയറാനായിട്ട് ആര് സമ്മതിച്ചില്ല? അമ്മ സമ്മതിച്ചില്ല. ഷീ ആസ്ക്ഡ് മീ ടു ത്രോ ഇറ്റ് അവേ ആൻഡ് കോൾഡ് ഇറ്റ് എ സ്ട്രീറ്റ് ഡോഗ്. അമ്മ അതിനെ കൊണ്ട് കളയാനും പറഞ്ഞു, എന്നിട്ട് അതിനെ എന്തും വിളിച്ചു? ഒരു സ്ട്രീറ്റ് ഡോഗ് എന്നും വിളിച്ചു. ഐ വാസ് വെരി സാഡ്. അല്ലേ, എനിക്ക് ഭയങ്കരമായ വിഷമമായി. ഐ ഡോണ്ട് നോ വെയർ ദ പപ്പീസ്. പപ്പി എവിടെയാണെന്ന് എനിക്കിപ്പോൾ അറിയില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലേ. ഇത്രയുമേ ഉള്ളൂ ഇതിലെ കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് ഇതിനകത്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ എക്സാമിന് നമ്മളടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിനകത്ത് നിന്ന് ഉണ്ടാവുക കേട്ടോ. അത് നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം ആലോചിച്ച് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ളത് നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററാണ്. അതിപ്പോൾ ഈ വീഡിയോക്കകത്ത് ഞാൻ ഇടുന്നില്ല, കാര്യം നിങ്ങൾക്ക് ഡൗട്ടാവും അത് ചെയ്തിട്ടുണ്ടോ, അതിനകത്ത് ഇതുണ്ടോ എന്നൊക്കെ ഉള്ള ഡൗട്ട്സ് വരും. അതുകൊണ്ട് ഇത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. പിന്നെ യൂണിറ്റ്സ്, ആദ്യത്തെ യൂണിറ്റ്സ് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എക്സാമിന് ലാസ്റ്റ് യൂണിറ്റ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഫസ്റ്റ് യൂണിറ്റ്സിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ലെറ്ററിൻ്റെ ഫോം പഠിക്കുക, നോട്ടീസിൻ്റെ ഫോം പഠിക്കുക, അതുപോലെ തന്നെ ഗ്രാമർ പോർഷൻസ് കുറേയൊക്കെ നമ്മളും വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല മിടുക്കരായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.